ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ലൈക്ക് കമൻ്റ് ഒന്നും മറക്കണ്ട. ആൻഡ് ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലു അർജുൻ 23 AA23 പുതിയ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ്റെ പുതിയ പടം ആരാണ് ചെയ്യുന്നത്, ആരാണ് പ്രൊഡ്യൂസർ, ആരാണ് മ്യൂസിക് ഡയറക്ടർ, ആരാണ് ഡയറക്ടർ എന്നുള്ള ഒരു കിഡിലിന് അപ്ഡേറ്റ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രഹ്മാണ്ഡ സാധനം വരാൻ പോവുകയാണ്, പാൻ ഇന്ത്യൻ സംഭവം. അപ്പോൾ ആര് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അല്ലു അർജുൻ്റെ പുതിയ പടം ആരോടാട്ടൻ. ഓൾറെഡി അല്ലു അർജുന് ഒരു പടം ഉണ്ട്, അറ്റ്ലിയുമായിട്ട് സൺ പിക്ചേഴ്സുമായിട്ട് അല്ലു അർജുന് ഒരു പടം ഉണ്ട്. ബട്ട് ഇത് പുതിയൊരു അനൗൺസ്മെൻ്റ് ആണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. മൈത്രി മൂവി മേക്കേഴ്സ്, producers Naveen Ernani, Ravi Shankar. And Anirudh Musical. Eagle. Yogi Ji. Allu Arjun. Icon star. Allu Arjun. ലോകേഷ് കനകരാജ് ഫിലിം സിംഗം LK07. ലോകേഷ് കനകരാജ് 07 ഷൂട്ട് സ്റ്റാർട്ട്സ് ഇൻ 2026. ഗൈസ്, അപ്പം അല്ലു അർജുൻ AA23 അല്ലു അർജുൻ്റെ 23ാമത്തെ ചിത്രം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അനൗൺസ്മെന്റ് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ചിത്രത്തിന്റെ ഡയറക്ടർ ലോകേഷ് കനകരാജ്, ദ ബ്രാൻഡാണ് പുള്ളി. LK07 ലോകേഷ് കനകരാജിൻ്റെ 7ാമത്തെ ചിത്രം. നിങ്ങൾക്കറിയാം, മാനഗരം, കൈദി, മാസ്റ്റർ, പിന്നെ വരുന്നത് വിക്രം, ലിയോ, കൂലി, അങ്ങനെ 6 ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ 7ാമതായിട്ട് വരുന്നത് അല്ലു അർജുൻ. പുള്ളിയുടെ ആ ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, വേറെ ലെവൽ തന്നെയാണ്. തളപതി വിജയായിട്ട് 2 ചിത്രം, കമൽഹാസനായിട്ട് 1 ചിത്രം, ആൻഡ് സൂപ്പർ സ്റ്റാർ രജനീകാന്തായിട്ട് 1 ചിത്രം. ഇതായിപ്പോൾ പുഷ്പയുമായിട്ട് ഐക്കൺ സ്റ്റാർ അല്ലു അർജുനായിട്ട് അടുത്ത ചിത്രം. അപ്പോൾ ആ ഗ്രാഫ് പയ്യെ ഉയരെ തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കംബാക്ക് ആവാൻ സാധ്യത കൂടുതലാണ്. ആൻഡ് ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് നിങ്ങളെയും പൊലിപ്പിക്കുന്നില്ല, ഒരുപാട് ലോകേഷ് കനകരാജിനെ തള്ളി അടിക്കുന്നുമില്ല. ബട്ട് ലോകേഷ് കനകരാജ് കൂലിയെ വെച്ച് മാത്രം ലോകേഷ് കനകരാജിനെ അളക്കുന്ന ആൾക്കാരുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് പുള്ളിയുടെ ആ പ്രീവിയസ് 5 പടങ്ങളെടുത്ത ആ അളക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടില്ല. കൂലി ഈസ് എ ബാഡ് മൂവി, അത് ഉറപ്പാണ്. ബട്ട് ബാക്കിയുള്ള 5 പടങ്ങളെടുത്താൽ അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് എല്ലാ ഓഡിയൻസിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലു അർജുൻ്റെ 23ാമത്തെ ചിത്രമായിട്ട് ലോകേഷ് കനകരാജിൻ്റെ 7ാമത്തെ സംവിധാനത്തിൽ വരുന്ന ചിത്രമാണ് വരുന്നത്. അനിരുദ്ധ് മ്യൂസിക്കലാണ്. അനിരുദ്ധ് അവിടെ കിടന്ന് കറങ്ങ തന്നെയാണ് കേട്ടാ. തളപതി വിജയ്, തലൈവർ രജനി, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, പിന്നെ കമലഹാസൻ, എല്ലാവരും, ജവാലി, ഷാറൂഖ് ഖാൻ, ഇപ്പൊ ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ. ഇനി അവിടെ പോയിട്ട് കിടലം BGM-ഉം കിടലം മ്യൂസിക്. ഇതാ ഇപ്പൊ അനൗൺസ്മെന്റ് വീഡിയോയിൽ തന്നെ തനന്ന ആ കിടലം മ്യൂസിക് കാര്യങ്ങളാണ്, BGM ആണ്, സ്കോർ ഇട്ടിരിക്കണം. ലോഗി ജി എന്നൊക്കെ വരും. എനിക്കറിയാം ഇതും ഹെയ്സൻബർഗ് ആയിരിക്കും. ആർക്കും അറിയാത്ത ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ഹെയ്സൻബർഗ് തന്നെ ആയിരിക്കും ഇതിലും ലിറിക്സ് എഴുതിയിട്ടുണ്ടാവുക. ആൻഡ് ഈ റീസെന്റ് ഒരു ട്രെൻഡിങ് ആയിരുന്നു ഒരു DJയിലും അനിരുദ്ധിന്റെ, അതായത് തളപതി വിജയുടെ ജനനായകനിൽ ഒരു പേരെ വരലാറിൻ്റെ ഇംഗ്ലീഷ് റാപ്പ് ഹനുമാൻ കൈൻഡ് പാടിയതായിട്ടുള്ളതുപോലെ ഒരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെൻഡിങ്ങും വൈറലൊക്കെ ആയിരുന്നു. ബട്ട് അത് ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടില്ല, എത്രമാത്രം അത് ഓണാണ് എന്നത്. പക്ഷെ കേട്ടിട്ടൊക്കെ ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്, അത് ഉള്ള പാട്ട് പോലെ. ബട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒഫീഷ്യലി എന്തായാലും റിലീസ് ചെയ്യും. അപ്പോൾ അതുമായിട്ട് പിന്നെ അനിരുദ്ധാണ് വരുന്നത്. മ്യൂസിക്കും പാട്ടിൻ്റെയൊക്കെ സംശയങ്ങളൊന്നും വേണ്ട. BGM സ്കോറൊക്കെ അളിയം പണി തന്നോളും, അതിൽ വേറെ സംശയങ്ങളൊന്നും വേണ്ട. പിന്നെ ലോകേഷ് അനിരുദ്ധ്, ഇപ്പം അറിയാമല്ലോ, ലോകേഷ് ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ അനിരുദ്ധ് മസ്റ്റ് ആയിരിക്കും. ലോകേഷ് വീഡിയോസിലൊക്കെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി ഒരു സിനിമ ചെയ്യണം, അതിൽ അനിരുദ്ധ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇനി ലോകേഷ് ചിത്രങ്ങളിൽ അതുപോലെ തന്നെ ലോകേഷിന് DC എന്നൊരു ചിത്രം ഇറങ്ങാനിരിക്കുന്നുണ്ട്. അതായത് അരുൺ മാത്യുശ്വരൻ ചെയ്യുന്ന ഒരു അതിയേറേറ്റഡ് സ്റ്റോറി ആവാനാണ് ചാൻസ് കൂടുതൽ ആ സിനിമ. അതിലും അനിരുദ്ധ് തന്നെയാണ് മ്യൂസിക്. ഐ നോ ബഡി എന്നൊരു പാട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ. അപ്പോൾ അതൊരു റോ പടമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ അല്ലു അർജുൻ, അനിരുദ്ധ്, ലോകേഷ് കനകരാജ് 3ഉം ഒരു ഐക്കൺസ് ആണ്. 3 പേരും സ്റ്റാർസ് ആണ്. 3 പേരും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പ്യുവർലി ഒരു കിഡിലിന് എറ്റേണൽ ഒരു ഇന്ത്യൻ പവർ സിനിമ വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ
തമിഴ് ഡയറക്ടേഴ്സുമായിട്ട് എല്ലാവരും നന്നായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ചെയ്യുന്ന ആ ഒരു സ്പൈസ്, അവർ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ കൊളാബ് ചെയ്യുന്നുണ്ട്. ജവാനൊക്കെ കേരളത്തിലൊക്കെ വന്നത് ഡിസാസ്റ്റർ റിവ്യൂ ആണ്. ബട്ട് ഓവറോളൊക്കെ ജവാന് വന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, 1000 കോടി പടം, ഷാറുഖ് ഖാന് നാഷണൽ അവാർഡ്, അതിൽ മ്യൂസിക് ഷാറുഖ് ഖാൻ്റെ പടത്തിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക്, അറ്റ്ലി ഡയറക്ഷൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇതൊരു ഈ വരുന്ന പടം എന്തായാലും തികച്ചും കിടിലം പടമായിരിക്കാം. കാരണം അനൗൺസ്മെന്റ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ലോകേഷ് അലറുന്ന, അതായത് സിംഹം അലറുന്ന സീനും കാര്യങ്ങളൊക്കെ ലോകേഷിന്റെ പേര് എഴുതുമ്പോൾ കാണിക്കുന്നുണ്ട്. ഐക്കൺ സ്റ്റാർ എന്ന് വരുമ്പോഴും സൂപ്പറായിട്ട് അല്ലു അർജുൻ്റെ ആ ഒരു ടിപ്പിക്കൽ വീഡിയോയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും ഒരു നല്ലൊരു പടത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒരുമിക്കുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. അപ്പോൾ അവരൊരു നല്ല പ്രൊഡക്ഷൻ ടീം തന്നെയാണ്, അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രൊഡക്ഷൻ ടീം തന്നെയാണ് മൈത്രി മൂവി മേക്കേഴ്സും. അപ്പോൾ ഒരു നല്ലൊരു പാൻ ഇന്ത്യൻ പടം തന്നെയാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ലോകേഷ് കനകരാജിൻ്റെ ആദ്യ 1000 കോടി ചിലപ്പോൾ ഈ ഒരു സിനിമ ആയേക്കാം. അതായത് അഡ്ലിക്ക് ജവാനിന് ഹിന്ദിയിൽ അടിച്ചതുപോലെ തെലുങ്കിൽ ലോകേഷ് കനകരാജിന് ഈ അല്ലു അർജുൻ്റെ പടം ഒരു 1000 കോടി അടിച്ചേക്കാം. കാരണം കൂലി 1000 കോടി അടിക്കുമെന്ന് പറഞ്ഞ് ലോകേഷ് 1000 കോടി ഡയറക്ടർ ആവുമെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നതാണ്. പക്ഷെ കൂലിയുടെ നെഗറ്റീവ് റെസ്പോൺസും കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ഈ സിനിമയിൽ ചിലപ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവും കാര്യങ്ങളും വരുവാണെങ്കിൽ 1000 crore വരാൻ ചാൻസ് ഉള്ള ഒരു സിനിമ കൂടിയായിരിക്കും അല്ലു അർജുൻ ലോകേഷും പുതിയതായിട്ട് ഒന്നിക്കുന്ന ഈ സിനിമ. അപ്പോൾ മൊത്തത്തിൽ ഒരു കിഡിൽ അനൗൺസ്മെന്റ് തന്നെയാണ്. BGM കാര്യങ്ങളും കൊള്ളാം, വരുന്ന അനൗൺസ് വീഡിയോയും കൊള്ളാം. മൊത്തത്തിലൊരു നല്ലൊരു സിനിമ വരാൻ തന്നെയാണ്. കാരണം ഇതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഷൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 ഈ വർഷം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് അല്ലു അർജുന് വേറെയും ഒരു ബിഗ് ബഡ്ജറ്റ് പടമുണ്ട്. സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അഡ്ലിയാണ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് അങ്ങനത്തെ ഒരു പടമാണ്, ഒരു വലിയൊരു പടമാണ്. എനിക്ക് തോന്നുന്നു 800-700 കോടി ബഡ്ജറ്റ് ആണെന്നെന്തോ പറയുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു പടമാണ്, വലിയൊരു ബഡ്ജറ്റിലുള്ള. അഡ്ലിക്ക് ഇപ്പോൾ വേറെ ലെവലാണല്ലോ. അഡ്ലി തളപതി വിജയ് കഴിഞ്ഞു, ഇപ്പോൾ ഷാറുഖ് ഖാൻ കഴിഞ്ഞു, ഇപ്പോൾ അല്ലു അർജുൻ ഇങ്ങനെ ഇവർ മാറി ഇനി പ്രവാസം ഇവരൊക്കെ ഇങ്ങനെ മാറി പോകും. മൊത്തത്തിൽ കിഡിൽ അനൗൺസ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് തന്നെയാണ്. വേറെ ലെവൽ പടം എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക്. ലോകിജി അടുത്ത ഒരു എന്താ കൂലിയുടെ വിഷമം മാറ്റാനുള്ള ഒരു കിടിലം പടം തന്നെയാണ്. കാരണം ലോകേജ് ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലോകേഷിന് ഒരു ഡാൻസ് അതുപോലെ ഇത് അല്ലു അർജുനൊക്കെ ഈ അലകുണ്ട പുരമൊക്കെ കണ്ടവർക്ക് അറിയാം. അല്ലു അർജുൻ്റെ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് അറിയാം. അപ്പോൾ പുള്ളിയെ പോലത്തെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ കിട്ടിയ ലോകേഷ് പൂന്ത് വിളയാണ്. അതാണ് നിങ്ങൾ ലിയോ എല്ലാം കണ്ടാണ് ആ ഡാൻസും കളിച്ച് ആ ഫൈറ്റിങ് കാര്യങ്ങൾ. അപ്പോൾ അത്രയ്ക്കും അല്ലു അർജുനൊക്കെ ആ ഫൈറ്റ് ഒരു സ്വാഗോടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡാൻസോടെയൊക്കെ വൈബായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഫണ്ണായിട്ട്. അപ്പോൾ അതുപോലെ ഡാൻസും ഫൈറ്റൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാൾ ലോകേഷിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ നല്ലൊരു പടം തന്നെ വരും. ഒരു നല്ലൊരു സീക്വൻസും കാര്യങ്ങളൊക്കെ ചെയ്യും ലോകേഷ്, നല്ലൊരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ, നല്ലൊരു പടം വരാൻ തന്നെയാണ് ചാൻസ്. മിക്കവാറും കത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കണ്ടറിയാം, നമ്മൾ ഇതുപോലെ പറഞ്ഞാണ് പലതിനെയും നമ്മൾ പൊട്ടിച്ച് വിട്ടിട്ടുള്ളത്. അവർ പൊട്ടിച്ച സാധനം തരും, പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ല. അപ്പോൾ കണ്ടറിയാം. പക്ഷേ എന്നാൽ കിഡിൽ അനൗൺസ്മെൻ്റ് ആണ്, ഒരു എക്സ്പെക്റ്റ് ചെയ്യാത്ത അനൗൺസ്മെൻ്റ് ആയിരുന്നു. അല്ലു അർജുൻ, ലോകേഷ് കനകരാജ്, അനിരുദ്ധ് ആൻഡ് മൈത്രി മൂവി മേക്കേഴ്സ്. ഹോപ്പ്ഫുള്ളി സൂപ്പർ പടം ആവട്ടെ.